ഹായ് ഓൾ, വെൽക്കം ബാക്ക്. BKU ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗിരീഷ് ഷേഡി. അതെ, റൊമാൻറ്റിക് കോമഡി സിനിമകളുടെയൊക്കെ ഒരു തലതൊട്ടപ്പൻ, അല്ലെങ്കിൽ ഈ സിനിമകളുടെ രാജാവെന്നൊക്കെ നമുക്ക് മോഡേൺ എറയിൽ വിശേഷിപ്പിക്കാൻ പറ്റിയ ഡയറക്ടറാണ് ഗിരീഷ് ഷേഡി. അദ്ദേഹം ഇത്തവണയും നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വലിയ ദൃശ്യ വിരുന്ന് തന്നെയാണ്, ഒരു കിഡിലൻ ഓണം സമ്മാനം. നിസ്സംശയം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ദ ഓണം വിന്നർ ഈസ് ക്ലിയർലി ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി നമുക്കറിയാം, ഫെസ്റ്റിവൽ സിനിമകളുടെ രാജാവ്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണുകളുടെ രാജാവ്. ഫെസ്റ്റിവൽ സീസണുകൾ തൂക്കുന്ന ഒരേ ഒരു നടൻ, ഒരുപക്ഷെ മോഹൻലാലിന് ശേഷം ഈ ഒരു യങ്സ്റ്റർ ജനറേഷനിൽ ഫെസ്റ്റിവൽ റിലീസുകൾ എപ്പോഴും വിജയിപ്പിക്കുന്ന നിവിൻ പോളി തൻ്റെ സേഫ് സോണിൽ നിന്നും ജസ്റ്റിൻ എന്ന ക്യാരക്ടറായി ഈ സിനിമയിൽ വന്നപ്പോൾ നമുക്ക് മലയാളം ഇൻഡസ്ട്രിക്ക് കിട്ടിയത് ഒരു കിഡിലൻ ഫെസ്റ്റിവൽ മൂഡ് എൻ്റർടൈനറാണ്. അതാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ സിനിമ തിരക്കഥ എഴുതിയിട്ടുള്ളത് ഗിരീഷ് ഷേഡിയോടൊപ്പം കിരൺ ജോഷിയാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഭാവന സ്റ്റുഡിയോസ്, തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഭാവന സ്റ്റുഡിയോസ്, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ ആൻഡ് ശ്യാം പുഷ്കരൻ. എഗെയിൻ നിങ്ങൾ അത് നേടിയെടുത്തു, നിങ്ങൾ കോടി ക്ലബ്ബുകളിലേക്ക് കയറാൻ പോവുകയാണ്. മിനിമം 100 കോടി ഈ സിനിമയ്ക്ക് ഉറപ്പാണ്, മിനിമം 100 കോടി. അത് 200-ന് മേളിൽ പോയാൽ യാതൊരുവിധ ആശ്ചര്യമില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് അജ്മൽ സാബു, സൂപ്പർ. ആൻഡ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിഷ്ണു വിജയ്. മാൻ സൂപ്പർ. വിഷ്ണു വിജയ് എന്താ പറയുക, ഇതൊരു ഒഴുക്കിനിങ്ങനെ പോകുന്നൊരു സിനിമയാണ്. അതിന് വേണ്ട രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കാണ് മ്യൂസിക്. അതിലെ പാട്ടുകളൊക്കെ പക്കാ സിങ്കായിട്ട്, അതായത് ഞാൻ സിമ്പിളായിട്ട് പറയാം, ഒരു തണുത്ത ബ്രീസ്, ഒരു തണുത്ത കാറ്റ്, നമ്മളിങ്ങനെ വെളിയിൽ നിൽക്കുമ്പോൾ, വീടിന് പുറത്തോ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു തണുത്ത ബ്രീസ് നമ്മളെ ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനത്തെ ഒരു സിനിമയാണിത്. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഓറ, ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ സിനിമ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്ലിയർലി ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇന്നും കൂട്ടി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു കിഡിലൻ എൻ്റർടൈനർ, ഒരു കിഡിലൻ ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ, ഒരു കിഡിലൻ റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ. ഹാറ്റ്സ് ഓഫ് ഗിരീഷ് ഷേഡി. നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തെടുക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ആ റൊമാൻസ് ഒക്കെ, ഇതിപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിൻ ആഷ്ലി എന്ന് പറയുന്ന രണ്ടുപേരുടെ ഒരു പ്രണയമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എ ബോയ് നെക്സ്റ്റ് ഡോർ. രണ്ടുപേരും നെയ്ബേഴ്സാണ്. സോ ഇവർ തമ്മിൽ പ്രായ വ്യത്യാസം ഏകദേശം 12ഓളം വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഒന്ന് പാളിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് എഴുത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അപരാധത്തിലേക്ക് പോകേണ്ട സാധനം മീറ്ററിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് എഴുത്തിനെ പറയണം. ഈ അടുത്ത് കാട്ടാളൻ എന്ന സിനിമയിൽ അവർ ടോപ്പ് ടെക്നീഷ്യന്മാരെ, അതായത് വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും സിനിമാറ്റോഗ്രാഫേഴ്സിനെയും കൊണ്ടുവന്നു. പടം പാളി. എന്താ കാരണം? സ്ക്രീൻ പ്ലേ. ഇപ്പോൾ ഖലീഫ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇതിൻ്റെ അകത്ത് ആക്ടേഴ്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ക്ലാസ് ക്യാമിയോസ്, ലാലേട്ടൻ അടക്കമുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ എഴുത്ത് ഫ്ലാറ്റ് ആൻഡ് ലീനിയർ ആയിപ്പോയി. അപ്പം തിരക്കഥ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ആൻഡ് ഈ സിനിമയിൽ ഇതിൻ്റെ തിരക്കഥ സൂപ്പർ, നല്ല പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ കംസ് ദി ഡയറക്ഷൻ. ഗിരീഷ് ഷേഡി, ഇറ്റ്സ് വെരി സേഫ് ഇൻ യുവർ ഹാൻഡ്സ് ആൻഡ് ഈവൻ ഇറ്റ്സ് റിട്ടൺ ബൈ യു. സൂപ്പർ. ആൻഡ് അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നതിൽ അഭിനയിച്ചേക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. എല്ലാ ക്യാരക്ടേഴ്സും പക്ക ടൈലർ മെയ്ഡ് ആൻഡ് പക്ക ഫിറ്റ്, ഒന്നും പറയാനില്ല. വന്നു പോകുന്നവരടക്കം, വലിയ റോൾ ചെയ്തിട്ടുള്ളവരടക്കം എല്ലാവരും സൂപ്പർ. അതിൽ എടുത്തു പറയേണ്ടത് നിവിൻ പോളിയുടെ സേഫ് സോണാണ്, സേഫ് ഹാൻഡ്സിൽ കിട്ടിയ റോളാണ്. സർവമായ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം അത് ആൾറെഡി ഈ കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും പ്രൂവ് ചെയ്തതാണ്. അതായത് ക്രിസ്മസ് ഹിറ്റ് അടിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഇതിൽ അതേപടി ഒരു ക്യാരക്ടർ. ഇത് നിവിൻ പോളി അല്ലാതെ വേറൊരാളെ ഇതിൽ സങ്കല്പിക്കുക വേണ്ട. ഈ ക്യാരക്ടർ ചെയ്യാൻ വേറൊരാൾ നിലവിൽ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിലവിലെ സാഹചര്യത്തിലില്ല. ആൻഡ് പക്ക ഫിറ്റ് ക്യാരക്ടർ, പിന്നെ കാസ്റ്റിംഗ് ഫോർ നിവിൻ പോളി. ആൻഡ് ഹി ഹാസ് ഡൺ ഇറ്റ് വെരി വെൽ. നിവിനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണോ. നിവിൻ ഹെയ്റ്റേഴ്സ് ഇല്ല. നിവിനെ കണ്ടുകൊണ്ടിരിക്കുക, ആ കുട്ടിത്വം, കുസൃതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അടിപൊളി മാൻ. നിവിനെ സത്യം പറഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുകയാണ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്ക് നിങ്ങളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് കംസ് മമിത ബൈജു. ഇതേ ടൈപ്പ് ഓഫ് ക്യാരക്ടർ പുള്ളിക്കാരി വിശ്വനാഥൻ ആൻഡ് സൺസ് സൂര്യയോടൊപ്പം നല്ല രീതിയിൽ ചെയ്തു വെച്ചതാണ്. ആ ക്യാരക്ടറിന് വേണ്ട മീറ്ററിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോഴും ആഷ്ലി എന്ന് പറയുന്ന ക്യാരക്ടർ
സൂപ്പറായിട്ട് പുള്ളിക്കാരി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നിവിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ്യൂം സൈഡ്, ഇതിൻ്റെ മേക്കപ്പ് സൈഡാണ്. എന്ത് സിമ്പിളായിട്ടാണ് നമ്മുടെ വീടിന് നമ്മുടെ അയൽപക്കത്തൊക്കെ ഉള്ള പെൺകുട്ടികൾ, പണ്ടത്തെ ആയാലും ഇപ്പോഴത്തേക്ക് ആയാലും പെൺകുട്ടികളിലൊക്കെ കാണുന്ന അതേ കോസ്റ്റ്യൂംസും അതേ മേക്കപ്പും, യാതൊരു വിധ ഓവറായിട്ടുള്ള ഒരു കാര്യമില്ല. പക്കായിട്ടുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും. പിന്നെ ഒരു പള്ളി കുടുംബ യൂണിറ്റി പരിപാടിയൊക്കെ നമ്മളിപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കരയോഗം അല്ലെങ്കിൽ കുടുംബശ്രീ അതൊക്കെ പോലെ തന്നത്തെ ഒരു സംഭവം തന്നെ. ഒരു ചെറിയ ഒരു വില്ലേജ് ഏരിയ നടക്കുന്ന കാര്യങ്ങൾ അത് അതേപടി പകർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് സുരേഷ് കൃഷ്ണയുടെ കോമഡി. ഇത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ലാഗ് ഉണ്ടെങ്കിൽ പോലും അത് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ ഫീൽ ഗുഡായിട്ട് ഇങ്ങനെ ഒഴുകി പോവാണ്. പക്ഷേ ഇതിൽ ഞാൻ പറയേണ്ട സുരേഷ് കൃഷ്ണയുടെ കോമഡീസ് സൂപ്പർ. അതായത് എക്സ്പ്രഷൻ കൊണ്ടും ചില ഡയലോഗ് കൊണ്ടും കൗണ്ടർ കൊണ്ടും ഒക്കെ അടിച്ച് പൊളിച്ചേക്കാണ്. പിന്നെ കുറച്ച് നേരം വന്ന ബിന്ദു പണിക്കരൊക്കെ അറിയാമല്ലോ, നല്ല പ്രൂവൺ ആക്ട്രസ് ആണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് സംഗീത് പ്രതാപ്. ഞാൻ വിട്ടുപോയി. സംഗീത് പ്രതാപ് അയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരിക. കാരണം ഈ അമൽ ഡേവിസ് എന്നുള്ള പേരാണ് അയാളെ മനസ്സിൽ കിടക്കുന്നത്. സംഗീത് പ്രതാപിനെക്കാളും അമൽ ഡേവിസ് എന്നുള്ളൊരു പേരാണ്. പക്ഷേ അമൽ ഡേവിസ് മാൻ പൊളി എന്ന് പറഞ്ഞാൽ ചിരിപ്പിച്ച് കളയാണ്. പുള്ളിയുടെ എക്സ്പ്രഷൻസ് കൊണ്ടും ഇതേ കണക്കൊക്കെ ചിരിപ്പിച്ച്, അതാ ഞാൻ പറഞ്ഞത്, പക്ക ഫിറ്റായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ശ്യാം മോഹൻ, JK, ജസ്റ്റ് കിഡിങ്, പൊളി അടിപൊളി ക്യാരക്ടർ. എഗെയിൻ പുള്ളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആവേശത്തിലെ റോഷൻ സൂപ്പർ പെർഫോമൻസ്. അതായത് ഷമീർ ഖാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവരുടെ ഈ പറഞ്ഞ മമിതയുടെ അച്ഛനും അമ്മയായിട്ട് വന്ന ആൾക്കാരും ഈ പിന്നെ നിവിൻ പോളിയുടെ അച്ഛനും അമ്മയായിട്ട് വന്നവരൊക്കെ സൂപ്പറായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. എല്ലാവരും ആ ഒരു ഗ്യാങ്ങിലുള്ള ഇപ്പം ഈ പറഞ്ഞ പിന്നെ ശ്യാമോഹൻ്റെ കൂടെയുള്ള പിള്ളേരും അതേപോലെ ഈ അമൽ ഡേവിസിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് വരുന്ന പുള്ളിക്കാരിയൊക്കെ അടിപൊളി. നല്ല പേരറിയാത്തതുകൊണ്ടാണ് സീരിയസ്ലി എല്ലാവരും എടുത്തു പറയാൻ തോന്നുന്നു. അത്രയും നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് മൂവി ഈസ് ആക്ച്വലി എ വിഷ്വൽ ട്രീറ്റ്. ഫാമിലി ഓഡിയൻസ്, നിങ്ങൾ ആരായിക്കോട്ടെ, ഓണമാണ്, മലയാളികളുടെ ദേശീയോത്സവമാണ്, കേരളീയരുടെ ദേശീയോത്സവമാണ്. നിങ്ങൾക്ക് 3-4 ദിവസം ഹോളിഡേയ്സ് ഉണ്ട്. ഒരു ദിവസം എല്ലാം മറന്ന് ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ഇരുന്ന് ചില്ല് ചെയ്ത് കാണാൻ പറ്റിയ സൂപ്പർ സിനിമ. നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് എന്താ പറയുക, തുള്ളിച്ചാടി നമുക്ക് ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഓറ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും ഈ സിനിമ കണ്ടുവരുമ്പോൾ. അല്ല, ഇതിൽ വലിയ കാര്യമായിട്ടുള്ള തിരക്കഥയിലെ ഭയങ്കര ട്വിസ്റ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു റൊമാൻസ് ബിൽഡപ്പ് ചെയ്യുകയാണ്, അതിൽ കോമഡി ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുകയാണ്. അതായത് ചറപറ ഇങ്ങനെയുള്ള കോമഡീസ് ഇപ്പം പ്രേമലു പോലെ അങ്ങനെ ബാക്ക് ടു ബാക്ക് കോമഡീസ് ഇല്ല. പക്ഷേ ഈ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, നമ്മളിങ്ങനെ ചിരി പടർത്തുന്നൊരു സെറ്റപ്പിലേക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഗുഡാണ്, നല്ല വർത്ത് വാച്ചാണ്. സീരിയസ്ലി നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. നിവിൻ പോളി തന്നെ ഒരു പരിധിയിലപ്പുറം അത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും അതിനനുസരിച്ച് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം 2 കോടി രൂപ കൊടുത്ത് തണ്ണീർമത്തനി തുടങ്ങിയാണ് അദ്ദേഹം ഈ പരിപാടി. പിന്നീട് അത് സൂപ്പർ ശരണി ആയിക്കോട്ടെ, അതേപോലെ പ്രേമലു ആയിക്കോട്ടെ, ഇപ്പോൾ ഇതായിക്കോട്ടെ, ഇതെല്ലാം ടോപ്പ് നോച്ച്. എന്താ പറയുക, നിവിനെ നീ ഈ സേഫ് സോണിൽ നിന്ന് കളിക്ക്. നിനക്ക് ഫാമിലി ഓഡിയൻസ്, കേരളത്തിലെ അമ്മമാരും അതേപോലെ കേരളത്തിലെ സ്ലീപ്പർ സെൽസ് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ അതേ ഓണം കിൻഡലടിയാണ് അടിച്ചേക്കുന്നത്. എങ്ങനെ പോയാലും ഈ ഒരു വീക്കെൻഡോട് കൂടി 50 ക്രോസ് ചെയ്യുകയും 100 crore ഷുവറാണ്, 100 CR ക്ലബ്ബ് ഷുവറാണ്. അതിന് മേളിലേക്ക് കൗണ്ട് ചെയ്ത് പോവുകയാണ്. എന്തുകൊണ്ടും അയാം ഗെയിം പോസ്റ്റ്പോൺ ചെയ്താൽ നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. സോളോ റണ്ണായിരിക്കും അതിന് ബെറ്റർ. കാരണം ഈ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അടിച്ചിടും. ഖലീഫയുടെ കാര്യം ഭയങ്കര റിസ്ക്കിലാണ്. കാരണം ഇത് സൂപ്പർ പോയി കാണുക നിങ്ങൾ. ഞാൻ കൂടുതൽ പറയുന്നില്ല, ധൈര്യമായിട്ട് പോയി എടുത്തോ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കണ്ടോ. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്ത് തരാം. കാരണം എനിക്ക് അത്രയും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റും. ഗുഡാണ്, സൂപ്പർ. സർവം മായയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ ഒരു കംപ്ലീറ്റ് തൂക്ക്. അതായത് ബേബി ഗേൾ, പ്രതിച്ഛായ പോലുള്ള പടങ്ങൾ പൊട്ടിയപ്പോൾ പോലും നിവിനിൽ നമുക്കൊരു ഹോപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ സേഫ് സോണിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ എല്ലാം അടിച്ച് എല്ലാത്തിൻ്റെ ഫോസിൽ വരെ കളയുന്നുള്ളത്. അത് വൺസ് അഗെയിൻ നിവിൻ പോളി പ്രൂവ് ചെയ്തേക്കാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് ഫാമിലി ഓഡിയൻസ് നാളെ മുതൽ നമുക്ക് കാണാം. അപ്പം താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്. അടുത്ത സിനിമയായിട്ട് നമ്മൾ വരും. ടോക്സിക് 26-ാം തീയതി. ബൈ.